Hi friends, welcome to iPlus Training Solution. NTA Net Commerce previous year ചോദിച്ചിട്ടുള്ള കേസ് സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഫസ്റ്റ് പേപ്പറിൽ ചോദിക്കാറുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പാസേജ് തന്ന് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഈ കേസ് സ്റ്റഡി ആയിട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1 to 5 ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ് പാസേജ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് ഞാൻ 2-3 സ്ലൈഡ്സിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ചെയ്യുക. ഈ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ കേസ് സ്റ്റഡി വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യമേ പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോയി വീണ്ടും പാരഗ്രാഫിലേക്ക് വരുന്നതിന് പകരം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിരുത്തി വായിക്കുക. അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ് ഒരു പ്രാവശ്യം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക. ആൻഡ് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് വർക്കൗട്ട് ആൻസർ ചെയ്യുക. അല്ലാതെ നമ്മുടെ പ്രയർ നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പാരഗ്രാഫാണ് 2-3 സ്ലൈഡ്സിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദി സ്റ്റേജസ് ഓഫ് ബേൺ ഔട്ട്. നമ്മളുടെ പാരഗ്രാഫിൽ ബേൺ ഔട്ടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബേൺ ഔട്ടിൻ്റെ സ്റ്റേജസ് താഴെ തന്നിരിക്കുന്ന ആ സീക്വൻസ് ഏതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് സൈനിസം സ്റ്റേജ് ഓഫ് ബേൺ ഔട്ട് ഈസ് ഓഫൺ എക്സ്പീരിയൻസ്ഡ് ബൈ എംപ്ലോയീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഡ്യൂ ടു എക്സസീവ് വർക്ക് പ്രഷർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ഇൻ സൈനിസം സ്റ്റേജ് ഓഫ് ബേൺ ഔട്ട് പേഴ്സൺസ് വിത്ഡ്രോ ഫ്രം അതേഴ്സ് ആൻഡ് ഷോസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 നിന്ന് ലിസ്റ്റ് 2 മാച്ച് ചെയ്യണം. എക്സോഷൻ, സൈനിസം, ഇൻഎഫിഷ്യൻസി. ആൻഡ് ലിസ്റ്റ് 2 തന്നേക്കുന്നത് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് വർക്ക്, നോ എനർജി ഫോർ വർക്ക്, നോ ഇൻട്രസ്റ്റ് ഇൻ കസ്റ്റമേഴ്സ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിസോഴ്സ് ഇംബാലൻസ് മോഡൽ ഓഫ് ബേൺ ഔട്ട്. താഴെ തന്നിരിക്കുന്നതിൽ റിസോഴ്സ് ഇംബാലൻസ് ബേൺ ഔട്ടിൻ്റെ റിസോഴ്സ് ഇംബാലൻസ് മോഡൽ അല്ലാതെ വരുന്നത് ഏതാണ്? ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോസ്ഡ് ബൈ ബേൺ ഔട്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന 3 കാര്യങ്ങളിൽ ബേൺ ഔട്ട് മൂലം ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? കൺസേൺ ഫോർ ക്ലയൻസ്, നെഗറ്റീവ് സോഷ്യൽ ബിഹേവിയർ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് താഴത്തുന്ന ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാരഗ്രാഫ് ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കാം. ഞാനിത് ഫുള്ള് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഞാൻ ഇച്ചിരി പോസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ ഒരു പാരഗ്രാഫിൽ ബേൺ ഔട്ടിനെ പറ്റിയാണ് പറയുന്നത്. ബേൺ ഔട്ടിൻ്റെ 3 ഡയമെൻഷൻസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സോഷൻ, ദെൻ ഫീലിംഗ് ഓഫ് സൈനിസം ആൻഡ് സെൻസ് ഓഫ് ഇൻഎഫക്റ്റീവ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. ഇതാണ് 3 കീ ഡയമെൻഷൻസ് ഓഫ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ആ 3 ഡയമെൻഷൻസിനെ പറ്റിയാണ് ആ ഒരു പാരഗ്രാഫിൽ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഓരോന്നും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 3 സ്റ്റേജസിനെ പറ്റിയാണ് ഫസ്റ്റ്. 3 സ്റ്റേജസ് ഉണ്ട്, അല്ലെ 3 ഡയമെൻഷൻ ആണ് ബേൺ ഔട്ടിനുള്ളതെന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഓരോ ഡയമെൻഷൻസും എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സോഷൻ എന്ന് പറയുന്നത് വെയറിങ് ഔട്ട്, ലോസ് ഓഫ് എനർജി, ഡിപ്ലീഷൻ, ഡിബിലിറ്റേഷൻ ആൻഡ് ഫാറ്റീഗ്. ദെൻ സൈനിസം എന്ന് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്ലയൻസ്, ഇറിറ്റബിലിറ്റി, ലോസ് ഓഫ് ഐഡിയലിസം ആൻഡ് വിഡ്രോവൽ. ഇതൊക്കെയാണ് സൈനിസം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻസി ആണ്. ഇതെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റ്, ദെൻ റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓർ കേപ്പബിലിറ്റി, ലോ മൊറൽ, ഇന്നബിലിറ്റി ടു കോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ഡയമെൻഷൻസിൻ്റെ മീനിങ് ആണ് അവിടെ തന്നിരിക്കുന്നത് സെക്കൻഡ് പാരഗ്രാഫിൽ. തേർഡ് പാരഗ്രാഫ് ഒന്ന് നോക്കുക.
ഇവിടെ പറഞ്ഞേക്കുന്നത് ബേൺ ഔട്ടിന് കോൺസെപ്ഷ്യൽ മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്നാണ് ആ ഒരു ബേൺ ഔട്ട് ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു സ്റ്റേജസ് തമ്മിലുള്ള ഈ 3 ഡയമെൻഷൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു പാരഗ്രാഫിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കുക. ബേൺ ഔട്ട് മോഡൽസിനെ പറ്റിയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇതും അത് തന്നെയാണ്. ബേൺ ഔട്ട് മോഡൽസിനെ പറ്റിയാണ് ഈ ഒരു പാരഗ്രാഫിലൊക്കെ പറയുന്നത്. ഏരിയാസ് ഓഫ് വർക്ക് ലൈഫ് മോഡൽ, COR മോഡൽ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദി സ്റ്റേജസ് ഓഫ് ബേൺ ഔട്ട്? താഴെ തന്നിരിക്കുന്നതിൽ ബേൺ ഔട്ടിൻ്റെ കറക്റ്റ് ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഫാറ്റീഗ് ഡ്യൂ ടു എക്സസീവ് വർക്ക്, ദെൻ ഫെയിലിയർ ടു അച്ചീവ് ടാർഗറ്റ്. സെക്കൻഡ് ഓപ്ഷൻ നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് വർക്ക്, ദെൻ എഫേർട്സ് ടു ക്വിറ്റ് വർക്ക്. തേർഡ് പറയുന്നത് ഇനിഷ്യൽ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ഡീപേഴ്സണലൈസേഷൻ, ലോസ് ഓഫ് ഐഡിയലിസം. അതാണ് തേർഡ് ഓപ്ഷൻ പറയുന്നത്. ഫോർത്ത് ഓപ്ഷൻ സൈനിസം, ഇൻആഡിക്വസി ആൻഡ് ഇൻഎഫിഷ്യൻസി. അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് കറക്റ്റ് സീക്വൻസ് ഏതായിട്ടാണ് വരുന്നതെന്ന്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബേൺ ഔട്ട് എന്താണ്? ബേൺ ഔട്ടിൻ്റെ 3 ഡയമെൻഷൻസ് ഏതൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഡയമെൻഷൻസ്? 3 എണ്ണം. എക്സോഷൻ, ദെൻ ഫീലിംഗ് ഓഫ് സൈനിസം ആൻഡ് സെൻസ് ഓഫ് ഇൻഎഫക്റ്റീവ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ഈ ഒരു പാരഗ്രാഫിൽ ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സോഷൻ എന്ന് പറയുന്നത് വെയറിങ് ഔട്ട്, ലോസ് ഓഫ് എനർജി, ഡിപ്ലീഷൻ, ഫാറ്റീഗ് അതൊക്കെയാണ്. സൈനിസം എന്ന് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്ലയൻസ്, ഇറിറ്റബിലിറ്റി, ഇതൊക്കെയാണ് സൈനിസം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പം അവിടെ റെഡ്യൂസ്ഡ് പേഴ്സണൽ അക്കംപ്ലിഷ്മെന്റ്, റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓർ റെഡ്യൂസ്ഡ് കേപ്പബിലിറ്റി, ലോ മൊറൽ, ഇൻഎബിലിറ്റി ടു കോപ്പ്, ഇതൊക്കെയാണ് അവിടെ ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഡയമെൻഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ അവിടെ പറയുന്നുണ്ട് ഈ 3 ഡയമെൻഷൻസിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ സീക്വൻഷ്യൽ സ്റ്റേജസിനെ പറ്റി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സോഷൻ വാസ് അസ്യൂംഡ് ടു ഡെവലപ്പ് ഫസ്റ്റ് ഇൻ റെസ്പോൺസ് ടു ഹൈ ഡിമാൻഡ് ആൻഡ് ഓവർലോഡ്, ആൻഡ് ദെൻ ദിസ് വുഡ് പെർസിപ്പിറ്റേറ്റ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് നെഗറ്റീവ് റിയാക്ഷൻ ടു പീപ്പിൾ ആൻഡ് ദി ജോബ്. അതിനെയാണ് നമ്മൾ സൈനിസം എന്ന് പറയുന്നത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീലിംഗ് ഓഫ് ഇൻആഡിക്വസി ആൻഡ് ഫെയിലിയർ ഉണ്ടാകും. അതാണ് ഇൻഎഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സോഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജ് ഡീപേഴ്സണലൈസേഷൻ അല്ലെ സൈനിസം സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻഎഫിഷ്യൻസി. അപ്പം നമ്മളുടെ ഓപ്ഷൻ പ്രകാരം ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഫാറ്റീഗ് ഡ്യൂ ടു എക്സസീവ് വർക്ക്, ഫെയിലിയർ ടു അച്ചീവ് ടാർഗറ്റ്സ്. ഫറ്റീഗ് ഡ്യൂ ടു എക്സസീവ് വർക്ക് എന്ന് പറയുമ്പം അത് ഏത് സ്റ്റേജിനെയാണ് കാണിക്കുന്നത്? എക്സോഷൻ. ദെൻ ഫെയിലിയർ ടു അച്ചീവ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഫെയിലിയർ ഉണ്ടാകുന്നത് ഏതാണ്? ഇൻഎഫിഷ്യൻസി സ്റ്റേജിലാണ് ഫെയിലിയർ ടു അച്ചീവ് ടാർഗറ്റ്. ഇനി രണ്ടാമത് വരുമ്പം നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് വർക്ക്, എഫേർട്സ് ടു ക്വിറ്റ് വർക്ക്. നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? സൈനിസമാണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫാറ്റീഗ് ഡ്യൂ ടു എക്സസീവ് വർക്ക് എന്ന് പറയുന്നത് എക്സോഷൻ ആണ്. അപ്പം നമ്മളുടെ പാരഗ്രാഫ് പ്രകാരം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സോഷൻ ആണ്. സെക്കൻഡ് നോക്കും, സെക്കൻഡ് ഓപ്ഷനകത്ത് അവിടെ ഫസ്റ്റ് ഇത് കിടക്കുന്നത് സൈനിസമാണ്. നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് വർക്ക് എന്ന് പറയുമ്പോൾ സൈനിസമാണ്. അപ്പം അത് വരത്തില്ല. അപ്പം ഒന്നും കൂടി ഫസ്റ്റ് ഓപ്ഷനാണ് ചാൻസ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഇനിഷ്യൽ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻ, ഡീപേഴ്സണലൈസേഷൻ ആൻഡ്
ലോസ് ഓഫ് ഐഡിയലിസം. അപ്പം എന്താ ഇനിഷ്യൽ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൈനിസം സ്റ്റേജ് ആണ്. ലോസ് ഓഫ് ഐഡിയലിസം അത് ഇതിനകത്താണ് വരുന്നത്. ലോസ് ഓഫ് ഐഡിയലിസം സൈനിസം സ്റ്റേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു തേർഡ് ഓപ്ഷനും കറക്റ്റായിട്ട് വരത്തില്ല. ഫോർത്ത് ഓപ്ഷനകത്ത് സ്റ്റാർട്ടിങ് തന്നെ സൈനിസം എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പം അതും വരത്തില്ല. അപ്പം ഈ ഒരു തന്നേക്കുന്ന സീക്വൻസിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ് ആണ്. ഫാറ്റീഗ് ഡ്യൂ ടു എക്സസീവ് വർക്ക്, ഫെയിലിയർ ടു അച്ചീവ് ടാർഗറ്റ്സ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് സൈനിസം സ്റ്റേജ് ഓഫ് ബേൺഔട്ട് ഈസ് ഓഫൺ എക്സ്പീരിയൻസ്ഡ് ബൈ എംപ്ലോയീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഡ്യൂ ടു എക്സസീവ് വർക്ക് പ്രഷർ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് അവർക്ക് എക്സസീവ് വർക്ക് പ്രഷർ കാരണം ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഈ സൈനിസം സ്റ്റേജ്, ആ ഒരു ബേൺ ഔട്ട് എപ്പോഴും ഉണ്ടാകാറുണ്ടെന്ന്, എപ്പോഴും ഉണ്ടാകാറുണ്ടെന്ന്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻ സൈനിസം സ്റ്റേജ് ഓഫ് ബേൺ ഔട്ട് പേഴ്സൺ വിത്ഡ്രോൺ ഫ്രം അതേഴ്സ് ആൻഡ് ഷോസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദം. അതാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. സൈനിസം സ്റ്റേജ് ഓഫ് ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു എംപ്ലോയിക്ക് മറ്റ് ആളുകളിൽ നിന്ന് ഒരു വിത്ഡ്രോൺ നേച്ചർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിലൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അത്ര ഒരു താല്പര്യമില്ലായ്മയൊക്കെ തോന്നാറുണ്ട്. അതാണ് സൈനിസം സ്റ്റേജ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 ഡയമെൻഷൻസിനെ പറ്റിയാണ് ആദ്യത്തിൽ പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എക്സോഷൻ, സൈനിസം എന്ന് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ആണ്. നെഗറ്റീവ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്ലയൻസ്, ഇറിറ്റബിലിറ്റി. അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്, അത് കറക്റ്റ് ആണ്. അപ്പോൾ അവിടെ സൈനിസത്തെ പറ്റി എപ്പോഴും പ്രൊഡക്ഷൻ വർക്കിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വർക്ക് പ്രഷർ കാരണം എപ്പോഴും സൈനിസം ഉണ്ടാകാറുണ്ട്, സൈനിസം ബേൺ ഔട്ട് ഉണ്ടാകാറുണ്ട് എന്നിവിടെ ഈ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെയും പറയുന്നില്ല. ഇത് മോഡൽസിനെ പറ്റിയാണ്, ഏതൊക്കെ മോഡൽസ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതും അത് തന്നെയാണ്. അപ്പം ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പം നോക്കിക്കേ എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അപ്പം അത് വരത്തില്ലല്ലോ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്, അത് തെറ്റാണ്. Then statement 1 is correct but statement 2 is false. അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ആണ് ഫോൾസ് ആയിട്ട് വരുന്നത്. അപ്പം ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is true. So option 4 is the right answer. Third question, match list 1 with list 2. Exhaustion, cynicism and inefficiency. ഈ ലിസ്റ്റ് 2ൽ തന്നേക്കുന്നത് not able to complete work, no energy for work, no interest in customers. അത് നമുക്ക് പിന്നെ അറിയാവുന്നത് തന്നെയാണ്. എക്സോഷൻ എന്ന് പറയുന്നത് എന്താണ്? നോ എനർജി ഫോർ വർക്ക് ആണ്. സൈനിസം എന്ന് പറയുന്നത് നോ ഇൻട്രസ്റ്റ് ഇൻ കസ്റ്റമേഴ്സ്, അതാണ് സൈനിസം എന്ന് പറയുന്നത്. ഇൻഎഫിഷ്യൻസി മീൻസ് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് വർക്ക്. അപ്പം അത് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 is the right answer. Then fourth question, which of the following is not a resource imbalance model of burnout? താഴെ തന്നിരിക്കുന്നതിൽ റിസോഴ്സ് ഇംബാലൻസ് മോഡൽ അല്ലാതെ വരുന്നത് ഏതാണ്? ഫസ്റ്റ്, ജോബ് ഡിമാൻഡ്സ് റിസോഴ്സ് മോഡൽ, കൺസർവേഷൻ ഓഫ് റിസോഴ്സ് മോഡൽ, 3-dimensional മോഡൽ ആൻഡ് ഏരിയാസ് ഓഫ് വർക്ക് ലൈഫ് മോഡൽ. നമുക്ക് നോക്കാം മോഡൽസ്. പാരഗ്രാഫിലേക്ക് വീണ്ടും പോവുക. ഇവിടെയാണ് മോഡൽസിനെ പറ്റി പറയുന്നത്. ഏതൊക്കെയാണെന്ന്. ഡിമാൻഡ് റിസോഴ്സ് മോഡൽ ഉണ്ട്, ദെൻ കൺസർവേഷൻ ഓഫ് റിസോഴ്സ് മോഡൽ ഉണ്ട്, അതെന്താണെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ ഏരിയ ഓഫ് വർക്ക് ലൈഫ് മോഡൽ ഉണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും മോഡൽസിനെ പറ്റി അവിടെ പറയുന്നുണ്ടോന്ന്. സോ നമ്മളുടെ ഈ ക്വസ്റ്റ്യനുള്ള ആൻസറും ആയി കഴിഞ്ഞു.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിസോഴ്സ് ഇംബാലൻസ് മോഡൽ ഓഫ് ബേൺ ഔട്ട്? ഏതാണ് അവിടെ ഇല്ലാതെ വരുന്നത്? ജോബ് ഡിമാൻഡ് റിസോഴ്സ് മോഡലുണ്ട്, കൺസർവേഷൻ ഓഫ് റിസോഴ്സ് മോഡലുണ്ട്, 3 ഡയമെൻഷണൽ മോഡൽ നമ്മൾ കണ്ടില്ല, ദെൻ ഏരിയ ഓഫ് വർക്ക് ലൈഫ് മോഡൽ ഉണ്ട്. അപ്പം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റിസോഴ്സ് ഇംബാലൻസ് മോഡൽ ഓഫ് ബേൺ ഔട്ട് അല്ലാതെ വരുന്നത് 3 ഡയമെൻഷണൽ മോഡലാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. 5th question, which of the following is caused by burnout? Burnout കാരണം താഴെ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ് ഉണ്ടാകാറുള്ളത്? കൺസേൺ ഫോർ ക്ലയൻസ്, നെഗറ്റീവ് സോഷ്യൽ ബിഹേവിയർ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. കൺസേൺ ഫോർ ക്ലയൻറ്റ്, ഇപ്പം ബേൺ ഔട്ട് എന്ന് പറയുമ്പം എന്തായാലും അവിടെ കൺസേൺ ഫോർ ക്ലയൻറ്റ് ഇല്ല, നമ്മുടെ ആ ഓപ്ഷൻ പാരഗ്രാഫിൽ അത് തന്നിട്ടില്ല. നെഗറ്റീവ് സോഷ്യൽ ബിഹേവിയർ ഉണ്ട്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ ഉണ്ട്. സോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ വരത്തില്ല. എന്തായാലും ക്ലയൻസിനോട് കൺസേൺ ഉണ്ടാകുമ്പോൾ അവിടെ എന്തായാലും ബേൺ ഔട്ട് അല്ലല്ലോ വരുന്നത്, അതല്ലല്ലോ അവിടെ വരുന്നത്. സോ ഓപ്ഷൻ എ എന്തായാലും വരത്തില്ല. ദെൻ എ ആൻഡ് ബി വരുമോ? എ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ വരത്തില്ല, അത് തെറ്റാണ്. ബി ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ 3rd ഓപ്ഷൻ ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇത്തരത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യമേ ഒന്ന് വായിക്കുക, ദെൻ പാരഗ്രാഫ് വായിക്കുക, പിന്നീട് ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതുക. ഒത്തിരി നമ്മൾ പാരഗ്രാഫ് വായിക്കുന്നതിന് വേണ്ടി ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓർത്തിരിക്കുക. അപ്പം പക്ഷേ ഈ ഒരു 5 ക്വസ്റ്റ്യനും ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി വരികയാണെങ്കിൽ 5 ക്വസ്റ്റ്യനും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അതിൻ്റെ ആൻസർ ആ പാരഗ്രാഫിലുണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സെൻറ്റൻസോ കാര്യങ്ങളോ നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ്ലി മനസ്സിലാക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരിക്കും. ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമ്മൾ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 6 to 10 ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ് പാസേജ്. ഇതും അതുപോലെ തന്നെ ഒരു കേസ് സ്റ്റഡിയാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബേസിസിൽ 6 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എം ദി ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി പാസേജ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ആ പാസേജിൽ നിന്ന് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഒന്നെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ലോ ആർ നോട്ട് എക്സ്പ്ലെയിൻഡ് വെൽ ഇൻ ഇന്ത്യ. കൺസ്യൂമേഴ്സിൻ്റെ ലോയെ പറ്റി നന്നായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. ദെൻ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം നീഡ്സ് എ ഡ്രാസ്റ്റിക് റീഫോം ടു ഫെസിലിറ്റേറ്റ് കൺസ്യൂമർ വെൽഫെയർ. കൺസ്യൂമേഴ്സിൻ്റെ വെൽഫെയർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ചേഞ്ചസ്, ഡ്രാസ്റ്റിക് റീഫോംസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. Then Indian manufacturers are clever. The Indian consumers have no remedy and gets frustrated. അതാണ് ഫസ്റ്റ്. ഇതിനകത്ത് ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് നോക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 7th question, which among the following is a correct statement based on the passage? ഇതും അതുപോലെ തന്നെയാണ്. കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ആർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സ് എന്തൊക്കെയെന്ന് നന്നായിട്ട് അറിയാൻ പറ്റുന്നു. Then consumers in India exercise their rights responsibly. അവരുടെ റൈറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കൺസ്യൂമേഴ്സ് നന്നായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ആർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ഹെൻസ് ദേ ഡു നോട്ട് എക്സസൈസ് ദം. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ആണ് അവർക്കുള്ളതെന്നുള്ളതിനെ പറ്റി അവർക്ക് അവയർനെസ് ഇല്ല, അൺഅവെയർ ആണ്. അതുകൊണ്ട് തന്നെ അത് അവർ പാലിക്കുന്നതുമില്ല. ദെൻ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? Then 4th option എന്ന് പറയുന്നത് none of the above could be ascertained on the basis of paragraph given here above. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് 7th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. Then 8th question, which among the following is a correct statement based on the passage? ഇതും അതുപോലെ തന്നെയാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? The government of India has enacted sufficient number of laws for protection of consumer ഇൻട്രസ്റ്റ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ലോസ് ഒക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്ട് ചെയ്തിട്ടുണ്ട്. ദ പാരഗ്രാഫ് ഡസ് നോട്ട് ഗീവ് കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് ലോസ് ഇൻ ഫേവർ ഓഫ് കൺസ്യൂമേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ കൺസ്യൂമേഴ്സിനെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ലോസിനെ പറ്റിയൊന്നും കോംപ്രിഹെൻസീവായിട്ടൊരു ഡീറ്റെയിൽസ് ഒന്നും അതിൽ തന്നിട്ടില്ല, ആ പാരഗ്രാഫിൽ തന്നിട്ടില്ല. ദെൻ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കൺസ്യൂമർ ഇൻ ഇന്ത്യ ഈസ് നോട്ട് കൺഡ്യൂസീവ്. ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ഈസ് കൺഡ്യൂസീവ്. മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നത്. 9th question, which among the following could be considered at the center point in the passage? പാസേജിൽ
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സെന്റർ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സ്, ജുഡീഷ്യൽ പ്രോസസ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഗവൺമെന്റ്. Last question, 10th question. Which among the following is a correct statement based on the passage? Producers and manufacturers are sensitive about consumers' right. Producers and manufacturers are insensitive about consumers' right. Producers and manufacturers are neutral about consumers' right. Producers and manufacturers are basically governed by ethics and values. അത് ഏതാണ് നമുക്ക് നോക്കാം. ഇനി ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. It is desirable for consumers to be aware of their rights and to exercise those rights responsibly and intelligently. In these days, audio video publicity on the public and private media, it is indeed very difficult, if not impossible, to verify the exaggerated or false claims made by producers, manufacturers, distributors and dealers of various goods and services. The all-pervasive, exaggerated and often false claims made for services and goods emphasize the imperative need for consumer protection legislation and creation of awareness about it among the general public. In this connection, there are a number of enactments in India such as the Prevention of Food Adulteration Act 1954, the Essential Commodities Act 1955, the Hire Purchase Act 1972, the Standard Weight and Measurement Act 1976, etc. However, the remedies prescribed thereunder are time-consuming, inadequate and expensive. As in other areas of judicial process, the offenders are hardly caught, proceeded against, rarely if ever got convicted. When violators go scot-free, the victim have no remedy and gets frustrated. അപ്പം ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചിട്ട് അതിനകത്ത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റിനെ പറ്റി തന്നേക്കുന്ന ഒരു അവരുടെ റൈറ്റിനെ പറ്റി അവർക്കുള്ള ഒരു ബോധ്യം അതിനെപ്പറ്റി തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫാണെന്ന് നമുക്കത് മനസ്സിലായി. അപ്പം നോക്കാം. അപ്പം ഇത് കുറച്ചും കൂടി ഇൻഡയറക്റ്റ്ലി തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫാണ്. ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് സ്റ്റഡിക്കകത്ത് ഫുള്ള് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇൻഡയറക്റ്റ് രീതിയിലാണ്, എന്നാൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനകത്ത് ആൻസർ ഉണ്ടെന്നാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. Which among the following is a correct statement based on the passage? ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. കൺസ്യൂമേഴ്സ് ലോ ആർ നോട്ട് എക്സ്പ്ലെയിൻഡ് വെൽ ഇൻ ഇന്ത്യ. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ലോസ് ഉണ്ട്, പക്ഷെ അതൊന്നും തന്നെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. Then Indian judicial system needs a drastic reform to facilitate consumers' welfare. Indian manufacturers are clever. The Indian consumers have no remedy and gets frustrated. അപ്പം ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആ ഒരു പാസേജ് പ്രകാരം ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ ലോയെ പറ്റി വ്യക്തമായിട്ടൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കൺസ്യൂമേഴ്സിൻ്റെ ലോസിനെ പറ്റി ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പാരഗ്രാഫിൽ കൺസ്യൂമേഴ്സിൻ്റെ കുറച്ച് ലോ ഒക്കെ തന്നിട്ടുണ്ട്. ശരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ലോസിൻ്റെ പേരൊന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നും തന്നെ അതിൽ കൊടുത്തിട്ടില്ല. ദെൻ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം നീഡ്സ് എ ഡ്രാസ്റ്റിക് റീഫോം ടു ഫെസിലിറ്റേറ്റ് കൺസ്യൂമേഴ്സ് വെൽഫെയർ. അത് പറയുന്നുണ്ട് ഇല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ വെൽഫെയർ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റായിട്ട് അതേപോലെ തന്നെ തന്നിട്ടില്ല, പക്ഷെ ഒരു ഡ്രാസ്റ്റിക് റീഫോംസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആർ ക്ലവർ. Then the Indian consumers have no remedy and gets frustrated. അപ്പം ഈ ഒരു 4 ഓപ്ഷനകത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം നീഡ്സ് എ ഡ്രാസ്റ്റിക് റീഫോം ടു ഫെസിലിറ്റേറ്റ് കൺസ്യൂമേഴ്സ് വെൽഫെയർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 7th question, which among the following is a correct statement based on the passage? പാസേജിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ആർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. ഇന്ത്യയിലെ കൺസ്യൂമേഴ്സ് അവർക്കുടെ റൈറ്റ് എന്തൊക്കെയെന്ന് നന്നായിട്ട് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് പാരഗ്രാഫിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? അത്രയ്ക്ക് അവർക്ക് അൺഅവെയർ എന്നാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വരത്തില്ല കറക്റ്റായിട്ട്. കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ എക്സസൈസ് ദെയർ റൈറ്റ്സ് റെസ്പോൺസിബിളി. ഇന്ത്യയിൽ
കൺസ്യൂമേഴ്സ് അവരുടെ റൈറ്റ്സ് ഒക്കെ തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്തു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും കൺസ്യൂമേഴ്സ് അവരുടെ റൈറ്റ് എന്തൊക്കെയാണെന്ന് അൺഅവെയർ ആണെന്ന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്തായാലും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതും നമ്മുടെ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല. കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ആർ അൺഅവെയർ ഓഫ് ദെയർ റൈറ്റ് ആൻഡ് ഹെൻസ് ദേ ഡു നോട്ട് എക്സസൈസ് ദം. കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റിനെ പറ്റി അൺഅവെയർ ആണ്, അതുകൊണ്ട് അതൊന്നും തന്നെ ഫോളോ ചെയ്ത് പോകുന്നില്ല. ആ റൈറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവർ അത് പാലിക്കുന്നതുമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് അങ്ങനെ നമുക്കൊരു വ്യക്തതയില്ല അതിനെപ്പറ്റി. അങ്ങനെ അത് പറയുന്നില്ല. ഇറ്റ് ഈസ് ഡിസൈറബിൾ ഫോർ കൺസ്യൂമർ ടു ബി അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ടു എക്സൈസ് ദോസ് റൈറ്റ്സ് റെസ്പോൺസിബിളി ആൻഡ് ഇന്റലിജന്റ്ലി. ഒന്ന് വായിച്ചു നോക്കിക്കേ. അങ്ങനെ അതിൽ അവർ പറയുന്നില്ല. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ് കുഡ് ബി അസർട്ടൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് പാരഗ്രാഫ് ഗിവൺ ഹിയർ എബോവ്. നമുക്ക് ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ പൂർണ്ണമായിട്ട് ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടില്ല. സോ നൺ ഓഫ് ദി എബോവ് കുഡ് ബി അസർട്ടൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് പാരഗ്രാഫ് ഗിവൺ ഹിയർ എബോവ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ഓപ്ഷനും അത്യാവശ്യം കറക്റ്റായിട്ടൊക്കെ തന്നെ വരുന്നുണ്ട്, പക്ഷെ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ്. Then which among the following is a correct statement based on the passage? ഇതും അതുപോലെ തന്നെയാണ്. The government of India has enacted sufficient number of laws for the protection of consumers' interest. Then the paragraph does not give comprehensive list of laws in favor of consumers. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് ലോസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലോസ് ഒന്നും നമുക്ക് ആ പാരഗ്രാഫിൽ തന്നിട്ടില്ല. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ദ പാരഗ്രാഫ് ഡസ് നോട്ട് ഗീവ് കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് ലോസ് ഇൻ ഫേവർ ഓഫ് കൺസ്യൂമേഴ്സ്. നമുക്ക് തന്നേക്കുന്ന കുറച്ച് റൈറ്റ്സ് ഉണ്ട്, പക്ഷേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണല്ലോ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മോസ്റ്റ് ലോ എന്ന് പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റി അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ ദെൻ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് കൺഡ്യൂസീവ്. ലീഗൽ എൻവയോൺമെൻറ്റ് കൺസ്യൂമർ ഈസ് ഇൻ ഇന്ത്യ ഈസ് കൺഡ്യൂസീവ്. അതൊന്നും തന്നെ ആ ഒരു പാരഗ്രാഫിൽ നമുക്കൊരു വ്യക്തതയില്ല. സോ സെക്കൻഡ് ഓപ്ഷനാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. Then which among the following could be considered at the center point in the passage? അത് കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൺസ്യൂമേഴ്സിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. അപ്പോൾ കൺസ്യൂമേഴ്സ് ആണ് അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. Then last question, which among the following is a correct statement based on the passage? Producers and manufacturers are sensitive about consumers' right. പ്രൊഡ്യൂസേഴ്സും മാനുഫാക്ചറേഴ്സും കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ പറ്റി സെൻസിറ്റീവ് ആണ്. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഇൻസെൻസിറ്റീവ് അബൌട്ട് കൺസ്യൂമേഴ്സ് റൈറ്റ്സ്. Then producers and manufacturers are neutral about consumers' rights. Producers and manufacturers are basically governed by ethics and values. എന്തായാലും ഫോർത്ത് ഓപ്ഷൻ എന്തായാലും അവിടെ വരത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി, അതായത് കൺസ്യൂമേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് എപ്പോഴും ഗുഡ് ക്വാളിറ്റി സാധനങ്ങൾ അങ്ങനെയൊന്നും തന്നെ കിട്ടത്തില്ല. പലപ്പോഴും കൺസ്യൂമേഴ്സിന് കവളിപ്പീര് നടക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഫോർത്ത് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. ഫസ്റ്റ് ഓപ്ഷനും അല്ല എന്ന് മനസ്സിലായി. Then producers and manufacturers are neutral about consumers' right കൊണ്ട് producers and manufacturers are insensitive about consumers' right. അപ്പോൾ അത് രണ്ടിലും കൂടെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അവിടെ വരുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആർ ഇൻസെൻസിറ്റീവ് അബൌട്ട് കൺസ്യൂമേഴ്സ് റൈറ്റ്. അങ്ങനെയാണ് നമ്മുടെ ഒരു പാരഗ്രാഫിൽ നമുക്ക് വായിക്കുമ്പം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ശരിക്കും എളുപ്പമാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി നമുക്ക് തരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യനകത്ത് തന്നെ ആൻസർ ഉണ്ട്, അതുപോലെ തന്നെയുണ്ട്. അതാണ് ഫസ്റ്റ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് സ്റ്റഡി കുറച്ചൊന്ന് ചിന്തിക്കണം, എന്നാൽ എളുപ്പമാണ്. അപ്പോൾ അത്തരത്തിലാണ്. അപ്പം 10 മാർക്ക് നമുക്ക് സുഖമായിട്ട് നേടാനായിട്ട് പറ്റും.
സോ ഇച്ചിരി എന്താ ഒരുപാട് ഇതിന് വേണ്ടി സമയം എടുത്തിരുന്ന് പാരഗ്രാഫ് വായിച്ച് സമയം കളയരുത് ആരും. ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്ന് വായിക്കുക, ദെൻ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് മാത്രം ആൻസർ ചെയ്യുക. അല്ലാതെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ആൻസർ ചെയ്യല്ല. ആ ഒരു പാരഗ്രാഫ് ആദ്യമേ വായിച്ചിട്ട് അതിനകത്തു നിന്നും ഉൾക്കൊള്ളുന്നത് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമ്മുടെ പ്രയർ നോളജ് ഒരിക്കലും അപ്ലൈ ചെയ്യല്. ഓക്കെ, താങ്ക് യു.